ഹായ് ഗായ്സ്, ഗ്ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ കൊണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിയെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ ഈ സീസണിൽ വിജയിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 1,52,100 എന്ന കൂറ്റം വോട്ട് നേടി തൻ്റെ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്നുള്ളത്. 2-ാം പൊസിഷനിൽ ഇപ്പോഴും ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. അമ്പരപ്പിക്കുന്ന ഒരു വോട്ടിംഗ് പ്രകടനമാണ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മുമ്പൊന്നും കണ്ടില്ലാത്ത ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തുണ്ട്. ഇപ്പോൾ 1,03,450 വോട്ട് നേടി തൻ്റെ 2-ാം പൊസിഷൻ ഉറപ്പിച്ച് നിർത്തുകയാണ് ജാസ്മിൻ. 3-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി അർജുൻ കയറി വന്നിരിക്കുന്നതാണ് വലിയൊരു അട്ടിമറി. നേരത്തെ അഭിഷേകായിരുന്നു 3-ാം പൊസിഷനിൽ. അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 3-ാം പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട്. ഇപ്പം 94,201 വോട്ട് നേടി 3-ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിലേക്ക് അഭിഷേക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അഭിഷേക് പുറകിലേക്ക് പോകുന്നത്. ഇപ്പോൾ 94,110 വോട്ട് നേടി അർജുനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 4-ാം പൊസിഷനിലേക്ക് താഴെപ്പെടേണ്ടി വന്നു. 5-ാം പൊസിഷനിൽ ഇപ്പോഴും അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം തുടക്കത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 84,302 വോട്ട് നേടി തൊട്ടുപുറകെ അഭിഷേകിൻ്റെ തൊട്ടുപുറകെ 5-ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ് അൻസിബ. 6-ാം പൊസിഷനിൽ ഋഷി തന്നെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ വളരെ പിന്നിലേക്ക് പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഋഷി. എന്നാൽ പിന്നെ മുന്നിലേക്ക് കയറിയതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകാൻ തയ്യാറാകാത്ത ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഋഷി. ഇപ്പോൾ 6-ാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 78,210 വോട്ട് നേടിയാണ് താൻ 6-ാം പൊസിഷനിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ ശ്രീധുവാണുള്ളത്. ശ്രീധുവും ഋഷിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പൊസിഷൻ മാറിമറിയാവുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 77,899 വോട്ട് നേടിയാണ് ശ്രീധു തൻ്റെ 7-ാം പൊസിഷനിൽ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സരയ്ക്ക് ഒരു മുന്നേറ്റം നടത്താൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലെ പിന്നിൽ തന്നെയായിരുന്നു. ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. ഇപ്പോൾ 77,500 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് അപ്സര. 9-ാം പൊസിഷനിൽ റസ്മിൻ തന്നെ തുടരുകയാണ്. റസ്മിനാണ് ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി. ഇപ്പോൾ 64,315 വോട്ടാണ് റസ്മിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് റസ്മിന് വളരെ നിർണായകമാണ്. അപ്സരയെ അട്ടിമറിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ വരും മണിക്കൂറിലെ വോട്ടിങ്ങിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങളെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.